നമസ്കാരം. പ്രധാന വാർത്തകൾ. പിണറായി പോലീസിന്റെ നടപടികൾ പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KSU പ്രവർത്തകരെ കയ്യാമം വെച്ച് തലമൂടി കോടതിയിൽ ഹാജരാക്കിയ നടപടി പ്രാകൃതം. പോലീസ് നടപടി നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് കോടതി തന്നെ വിശദീകരണം ചോദിച്ചതെന്നും സണ്ണി ജോസഫ്. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഷാജഹാൻ കാക്കിയിട്ട ക്രിമിനലെന്ന് റിയാസ് മുക്കോളി. തൃശൂർ CPM ശബ്ദരേഖ വിവാദം. മറുപടിയുമായി AC മൊയ്തീൻ. ശരത്തിന്റെ ശബ്ദ സന്ദേശം അനുചിതം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിന് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും തന്നെ ആക്ഷേപിക്കുന്നവരെല്ലാം പരിശുദ്ധരാണോ എന്നും AC മൊയ്തീൻ. അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് MK കണ്ണൻ. അനിൽ അക്കരയുടെ ആരോപണങ്ങളിൽ സത്യത്തിന്റെ ഒരു കണിക പോലുമില്ല. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 3 ലക്ഷം അടുത്ത വർഷം 5 ലക്ഷം രൂപയായി ഉയർത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ ആഘോഷമായി ഓണപ്പൊലിവ്. ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. ഭാരതീയ ദർശനങ്ങളിലെ പ്രധാന കർമ്മമായ പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണം. BMS അമൃതാദേവി പരിസ്ഥിതി പുരസ്കാര സമർപ്പണം പാലക്കാട്ട്. പച്ചത്തുരുത്ത് പുരസ്കാര നേട്ടവുമായി മങ്കര ഗ്രാമപഞ്ചായത്ത്. ടൂറിസം രംഗത്ത് കേരളം ആഗോള ബ്രാൻഡായി മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇക്കോ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ വികസനവും തൊഴിൽ വളർച്ചയും ഉണ്ടാകും. നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള ടൂറിസം വികസനം സർക്കാർ ലക്ഷ്യമെന്നും മുഹമ്മദ് റിയാസ്. വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി NK ശശീന്ദ്രൻ. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകണം. കേന്ദ്രവുമായി ഏറ്റുമുട്ടലിന് ഇല്ലെന്നും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച് കരട് ബിൽ നിയമസഭ പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്നും മന്ത്രി. സംഘപരിവാറിന്റെ ദളിത് പീഡന സിദ്ധാന്തം കേരളത്തിൽ നടക്കില്ലെന്ന് PKS സംസ്ഥാന സെക്രട്ടറി S അജയകുമാർ. പ്രതിരോധിക്കാൻ കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. പാലക്കാട്ട് പട്ടികജാതി ക്ഷേമസമിതി സംഘടനാ കൺവെൻഷൻ. വാർത്തകൾ വിശദമായി. പിണറായി പോലീസിന്റെ നടപടികൾ പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KSUവിന്റെ 3 പ്രവർത്തകരെ പോലീസ് തലമൂടി കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഒടുവിലെ ഉദാഹരണമാണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാണ് കോടതി തന്നെ വിശദീകരണം ചോദിച്ചതെന്നും സണ്ണി ജോസഫ് തൃശൂരിൽ പറഞ്ഞു. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷവും ജലപീരങ്കിയും. മുള്ളൂർക്കര പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിലാണ് വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കമുണ്ടായി. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ കോടതിയിലേക്ക് കറുത്ത മുഖംമൂടി വച്ച് മുഖം മറച്ച് കൊണ്ടുവന്ന സംഭവത്തിലാണ് പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം നടന്നത്. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലുള്ള വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് മറികടക്കാനും മറച്ചിടാനും പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫാറൂഖ്, ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, മറ്റ് നിയോജകമണ്ഡലം ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസുമായി വാക്കുതർക്കമുണ്ടായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിലെ CPM ശബ്ദരേഖാ വിവാദം. മറുപടിയുമായി AC മൊയ്തീൻ. ശരത്തിന്റെ ശബ്ദ സന്ദേശം അനുചിതമാണെന്നും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിന് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും AC മൊയ്തീൻ പറഞ്ഞു. തന്നെ അധിക്ഷേപിക്കുന്നവർ പരിശുദ്ധരാണോ എന്ന് അനിൽ അക്കരയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി AC മൊയ്തീൻ ചോദിച്ചു. ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനമെടുക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകന്റെ ജീവിതത്തിൽ എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കും. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ വിഭാഗം ആളുകളുമായും തനിക്ക് പരിചയമുണ്ട്. CPMൽ വ്യക്തികൾ പോയി ഫണ്ട് പിരിക്കാറില്ല.
നേതാക്കൾ ഒരുമിച്ച് പോയാണ് പണം പിരിക്കുന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞതായി കേട്ട കാര്യങ്ങളല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നും മാധ്യമങ്ങൾ തിരുത്തേണ്ടത് തിരുത്തണമെന്നും AC മൊയ്തീൻ പറഞ്ഞു. ശരത് പ്രസാദിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളോട്. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരമൊരു കാര്യത്തിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം, തെറ്റായ ഇത്തരമൊരു കാര്യം ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു. ആ വിശദീകരണത്തിന് ശേഷം പാർട്ടി തീരുമാനമെടുക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാർട്ടിയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങളെയൊക്കെ പാർട്ടി പൊതുജനങ്ങളുടെ പാർട്ടിയാണ്. ആ അർത്ഥത്തിൽ ആ വിഷയങ്ങളൊക്കെ പാർട്ടി എല്ലാ ഘട്ടത്തിലും പരിശോധിക്കാറുണ്ട്. എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന, അദ്ദേഹം അത് ഇന്നലെ നിഷേധിച്ചിട്ടുണ്ട്, എന്താണ് വസ്തുത എന്ന് എനിക്കറിയില്ല. ആ പറയുന്ന കാര്യങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ പരിശോധിക്കുക. ശബ്ദരേഖയിൽ വന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വന്നു എന്ന് നിങ്ങൾ പറയുന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട ശബ്ദരേഖയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്നലെ നിങ്ങളുടെ ചാനലുകളൊന്നും ചർച്ച ചെയ്തു. അത് സ്വയം നിങ്ങൾ പരിശോധിച്ച് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തന്നെ അധിക്ഷേപിക്കുന്ന എല്ലാവരും പരിശുദ്ധരാണോ എന്ന് അനിൽ അക്കരയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി AC മൊയ്തീൻ പ്രതികരിച്ചു. തൃശ്ശൂരിലെ കോൺഗ്രസ് സുതാര്യമാണോ എന്ന് പരിശോധിക്കണം. ഏത് അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ്. പാർട്ടി ഓഫീസിൽ ചാക്ക് കണക്കിന് പണം സൂക്ഷിച്ചു എന്നല്ലേ ഒരു കൂട്ടർക്കെതിരായ ആരോപണമെന്ന് BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി AC മൊയ്തീൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് MK കണ്ണൻ. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് അനിൽ അക്കര വിളിച്ചു പറയുന്നത്. സത്യത്തിന്റെ ഒരു കണിക പോലും ഈ ആരോപണങ്ങളിൽ ഇല്ല. പ്രസ്താവന തിരുത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് MK കണ്ണൻ വ്യക്തമാക്കി. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റും മുതിർന്ന CPM നേതാവുമാണ് MK കണ്ണൻ. ടൂറിസം രംഗത്ത് കേരളം ആഗോള ബ്രാൻഡായി മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാരികൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന ടാർക്കോസിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം പാലക്കാട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇക്കോ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ വികസനവും തൊഴിൽ വളർച്ചയും ഉണ്ടാകുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ തരത്തിൽ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടൂറിസം വികസിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് കേരളം കുതിപ്പ് നടത്തി. പ്രകൃതി ഭംഗി ചോരാതെയും ചൂഷണം ചെയ്യാതെയും ടൂറിസം സർക്യൂട്ടുകൾ ഒരുക്കുന്നതിലൂടെ ഗ്രാമീണ സാമ്പത്തിക സാമൂഹിക വികസനം യാഥാർത്ഥ്യമാകും. വിനോദസഞ്ചാരികളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് വാഹനം, ഭക്ഷണം, താമസം എന്നിവയുൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. റിസോർട്ട് ബുക്കിംഗ്, ഇ-കോമേഴ്സ് തുടങ്ങിയുള്ള എല്ലാ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ഈ വെബ്സൈറ്റിലൂടെ സാധിക്കുമെന്നതിൻ്റെ സംഘാടകർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ വികാസം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൂടെയും മനസ്സിലാക്കി വിദേശത്തുൾപ്പെടെ സഞ്ചാരികൾ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ടാർക്കോസ് ഡയറക്ടർ EN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ATTDU ജില്ലാ പ്രസിഡന്റ് K ബാബു MLA, ഡയറക്ടർ K പ്രേമൻ, സിംഗപ്പൂർ കോഡ് സ്ട്രീം ഡയറക്ടർ സമീർ ഷംസുദ്ദീൻ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ M ശ്രീഹരി, KHRA പ്രസിഡന്റ് NMR റസാക്ക്, S വിനായക്, ജോസ് പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ ഏറ്റുമുട്ടലിനില്ലെന്നും വനം മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഗവൺമെൻറ്റുകൾക്ക് ഇടക്കാല ഉത്തരവുകളിലൂടെയോ നിയമത്തിലൂടെയോ ക്യാബിനറ്റ് തീരുമാനപ്രകാരമോ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ ഒരു വഴി എന്ന നിലക്കാണ്. അല്ലാതെ നമ്മൾ നേരെ പോയി നിങ്ങളുടെ ഈ നിയമത്തിൻ്റെ അന്തസ്സത്തൊക്കെതിരെ സംസാരിച്ചാൽ അംഗീകാരം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിയമം നിർമ്മിച്ചിട്ടുള്ളത്. നേരെ ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമമായുള്ള ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമത്തിൻ്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സവിശേഷ സാഹചര്യങ്ങളെ നേരിടാൻ ഘട്ടം വരുമ്പോൾ അത്തരം ഘട്ടങ്ങൾക്ക് നേരിടാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നാൽ നടപടിക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രശ്നമാകുന്നത്. വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമാണെന്നും അതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അധികാരം നൽകണമെന്നാണ് ആവശ്യം. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം വേണമെന്നാണ് കരട് രേഖയിൽ പറയുന്നത്. വനവും വന്യജീവികളെയും സംരക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. കേന്ദ്രവുമായി ഈ പ്രശ്നത്തിൽ ഏറ്റുമുട്ടലിനില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച കരട് ബിൽ നിയമസഭ പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്നും എ.കെ. ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇളവുകൾ, അധികാരങ്ങൾ അത് അതാത് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ തീരുമാനമെടുക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിയമത്തിലല്ല, നിയമത്തിൻ്റെ ഉദ്ദേശത്തോടല്ല, അതിലെ വ്യവസ്ഥകളിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രവും ഷൊർണൂർ ജൈവം ഗ്രൂപ്പും സംയുക്തമായി ഷൊർണൂരിൽ വന്ദേ വിവേകാനന്ദം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പ്രശസ്ത കവി അഡ്വക്കേറ്റ് പി.ടി. നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു. ആദരിക്കൽ, ചർച്ച, സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രവും ഷൊർണൂർ ജൈവം ഗ്രൂപ്പും സംയുക്തമായാണ് വന്ദേ വിവേകാനന്ദം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചത്. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത കവി അഡ്വക്കേറ്റ് പി.ടി. നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു. അതൊരു വലിയ പ്രഹേളിക പോലെ, ഉത്തരം കിട്ടാത്തൊരു കടങ്കഥ പോലെ ആ ജീവചരിത്രം എൻ്റെ മുന്നിൽ ഇന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിന് ചില വെളിപാടുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതം ലോകത്തിലെ 4ാമത്തെ പ്രബലമായ ശക്തമായ രാഷ്ട്രമാണ്. അടുത്ത ഘട്ടത്തിൽ തന്നെ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രമായി മാറും ഭാരതം. വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കുള്ള വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെ ആദര സമർപ്പണവും ചടങ്ങിൽ നടന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു. മോഹിനിയാട്ടം, ഡാൻസ് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ അധ്യക്ഷത വഹിച്ചു. പ്രകാശ് ചുണങ്ങാട്, സുകുമാരി നരേന്ദ്രമേനോൻ, CN ഭവദാസനുണ്ണി, രാജേഷ് അടയ്ക്കാപുത്തൂർ, പ്രണവ്, പാർവതി ശങ്കർ, അഭിരാം, വസിഷ്ഠ ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ പി. രാജേന്ദ്രൻ, എ. നാരായണൻ, കെ. ബി. രാജൻ എന്നീ
കൃഷി വിദഗ്ധന്മാർ നയിച്ച ചർച്ചയും തുടർന്ന് ജൈവ അവാർഡ് വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 3 ലക്ഷം അടുത്ത വർഷം 5 ലക്ഷം രൂപയാക്കി ഉയർത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ ഓണപ്പൊലിമ എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുലിക്കളി തൃശൂരിൻ്റെ തനതായ മഹത്തായ കലാരൂപമാണ്. പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനാധിപത്യത്തിൽ എല്ലാം ലഭിക്കുന്നതിനു വേണ്ടി കൈകെട്ടി കാത്തുനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ കലുങ്ക് സംഗമത്തിലൂടെ സാധ്യമായത്. കലുങ്കുകളും ആൽത്തറകളുമുള്ള പ്രദേശങ്ങളിൽ ഈ സംഗമം തുടരുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല, പക്ഷേ വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക്, കാരണം ഞാൻ ഓർക്കുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും 3 ലക്ഷം വരെ കടം വന്ന് വീഴാറുണ്ട്. അതിന് എല്ലാവരും ഒരുമിച്ച് കൂടി അത് പരിഹരിച്ച് തീർക്കാറുമുണ്ട്. കടം അത് നിലനിൽക്കാറില്ല എന്ന് പറഞ്ഞ ഒരു വരി എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യം കളക്ടറെടുത്ത് ഒരുപാട് നിർബന്ധിച്ച് കളക്ടർ അതൊരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ആ കത്ത് സംസ്ഥാന സർക്കാരിന്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി സത്യം പറഞ്ഞാൽ ഒരു 5 ഈ പുലിക്കളിയുടെ 5 ദിവസം മുമ്പ് മാത്രം ഉത്രാടത്തിന്റെ തലേന്നാണ് സത്യത്തിൽ കത്ത് തരുന്നത്. അതില്ലാതെ നമുക്കിത് സാങ്കേതികമായിട്ട് സാങ്ഷൻ ചെയ്യാൻ നോക്കത്തില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒരു ദിവസം രാജസ്ഥാനിൽ വന്നാണ് ഒപ്പിട്ട് പ്രൈം മിനിസ്റ്റർക്ക് അയച്ച് പ്രൈം മിനിസ്റ്ററിന്റെ ഇങ്ങോട്ട് കിട്ടി. ഗവൺമെന്റ് ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തലേന്ന് രാത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. 3 ലക്ഷമാണ് ഇപ്പോൾ ഈ വർഷം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. സൗത്ത് കൾച്ചറൽ സോണിന്റെ 1 ലക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത വർഷം 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം ആക്കാനുള്ള ശ്രമം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സംഗീത സംവിധായകൻ ഔസേ പച്ചൻ, പെരുവനം കുട്ടന്മാരാർ, ഗായകൻ അനൂപ് ശങ്കർ, BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉത്തരേന്ത്യയിലെ സംഘപരിവാറിന്റെ ദളിത് പീഡനം കേരളത്തിൽ നടക്കില്ലെന്ന് PKS സംസ്ഥാന സെക്രട്ടറി S. അജയ്കുമാർ. പാലക്കാട്ട് പട്ടികജാതി ക്ഷേമസമിതി സംഘടനാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു S. അജയ്കുമാർ. നേര് പറഞ്ഞു മുന്നേറിയ സംഘടനയാണ് PKS എന്നും S. അജയ്കുമാർ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ വിജയിച്ച സംഘപരിവാറിന്റെ പിന്നോക്ക ദളിത് പീഡനം കേരളത്തിൽ പരീക്ഷിക്കാനുള്ള ശ്രമത്തെ തടയാനുള്ള കരുത്ത് PKS ഉൾപ്പെടെയുള്ള പുരോഗമന സംഘടനകൾക്കുണ്ട്. സാധാരണ ജനവിഭാഗങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കാനുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിത നീക്കമാണ് ദളിത് പീഡനം. സംഘപരിവാർ പല വിധത്തിൽ നടപ്പിലാക്കുന്ന ദളിത് പീഡനം കേരളത്തിലും നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനെ സമൂഹം ഒന്നാകെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും S. അജയകുമാർ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായി മാറുന്നു. ഒരാളുടെയും സഹായമില്ലാതെ ഇവിടെ ഇപ്പോൾ ജില്ലാ കൺവെൻഷൻ നടക്കുന്നത് പോലെ ജില്ലാ കൺവെൻഷന്റെ സാഹസംഘാല ജില്ലാ കമ്മിറ്റി തന്നെയാണ്. ഈ കൺവെൻഷൻ നടത്തുന്നതായ ജില്ലാ കമ്മിറ്റി തന്നെയാണ്. അന്ന് നിങ്ങൾക്കറിയാം, ഈ സംസ്ഥാന സമ്മേളനം നടന്നത് ഈ കേരളത്തിലെ എണ്ണമറ്റ പ്രബല വർഗബഹുജന സംഘടന നടക്കുന്ന സമ്മേളനങ്ങളെ PKS ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ തൃത്താല അധ്യക്ഷത വഹിച്ചു. MLA മാരായ PP സുമോദ്, K. ശാന്തകുമാരി, ജില്ലാ സെക്രട്ടറി V. പൊന്നുകുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതു ശൗചാലയം നിർമ്മിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നുകൊടുത്തില്ല. കോട്ടായി സെന്ററിൽ യാത്രക്കാർ ശങ്ക തീർക്കുന്നത് പാതയോരത്തും വയോജന പാർക്കിലും. ദുർഗന്ധത്തിൽ വലഞ്ഞ് വ്യാപാരികളും നാട്ടുകാരും. 40-ൽ പരം ബസ് സർവീസ് നടത്തുന്ന ദിനേന ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന കോട്ടായി സെന്ററിൽ പൊതു ശൗചാലയമില്ലാത്തത് അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരെ വലയ്ക്കുകയാണ്. പൊതു ശൗചാലയം നിർമ്മിച്ചതാവട്ടെ പണി പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നുകൊടുത്തിട്ടുമില്ല. ശൗചാലയം തുറക്കാത്തതിനാൽ കോട്ടായി സെന്ററിൽ യാത്രക്കാരും മറ്റും ശങ്ക തീർക്കുന്നത് പാതയോരത്തും പരിസരത്തെ വയോജന പാർക്കിലുമാണ്. ഇതുകാരണം ദുർഗന്ധത്താൽ വലഞ്ഞ വ്യാപാരികളും നാട്ടുകാരും ദുരിതം പേറുകയാണ്. കോട്ടായി പഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന പാർക്കിനോട് ചേർന്ന് പ്രധാന പാതയോരത്ത് മലമ്പുഴ കനാൽ പുറമ്പോക്കിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പൊതു ശൗചാലയം നിർമ്മിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്തതാണ് എല്ലാവർക്കും ദുരിതമായിരിക്കുന്നത്. സെന്ററിലെത്തുന്ന യാത്രക്കാർ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ മറപറ്റിയും പാതയോരത്തുമാണ്. സ്ത്രീ യാത്രക്കാരാണ് ഏറെ വിഷമിക്കുന്നത്.
പണി പൂർത്തീകരിച്ച പൊതു ശൗചാലയം ഉടൻ തുറന്നുകൊടുത്ത് യാത്രക്കാരുടെ ക്ലേശം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതോടെ മനുഷ്യരാശിക്ക് പ്രകൃതിയും അന്യമായെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. പാലക്കാട് വടക്കന്തറയിൽ BMS അമൃതാദേവി പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ M. ശ്യാംകുമാറിന് സമ്മാനിച്ചു. ഭാരതീയ ദർശനങ്ങളിലെ പ്രധാന കർമ്മങ്ങളിലൊന്നാണ് പ്രകൃതി സംരക്ഷണമെന്നും സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രകൃതി സംരക്ഷണമെന്നത് ഓരോരുത്തരുടെയും കർത്തവ്യവും ധർമ്മവുമാണ്. അത് പാലിക്കേണ്ടതാണ്. ആ ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രകൃതി സംരക്ഷണം ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില കാര്യങ്ങളുണ്ട്. അത്തരമൊരു ചടങ്ങാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കി. ജീവിതം നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന ഉറച്ച ധാരണയോടെ വെറുതെ നട്ടുപോവുക മാത്രമല്ല, അതിൻ്റെ വളർച്ചയെ ആകാംക്ഷാപൂർവം നിരീക്ഷിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ശൈലിയാണ് പ്രിയപ്പെട്ട ശ്യാംജിയുടേതായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പര്യാവരൺ ദിനത്തിൻ്റെ ഭാഗമായി മികച്ച പരിസ്ഥിതി പ്രവർത്തകന് BMS നൽകുന്ന 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന അമൃതാദേവി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ M. ശ്യാംകുമാറിന് സി സദാനന്ദൻ മാസ്റ്റർ MP സമ്മാനിച്ചു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പര്യാവരൺ സംരക്ഷണ ഗതിവിധി പ്രാന്ത സംയോജക് TS നാരായണൻ, ഒയിസ്ക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N. ശുദ്ധോധനൻ, RSS വിഭാഗ് സംഘചാലക് VK സോമസുന്ദരൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BMS ദേശീയ സഹസംഘടനാ സെക്രട്ടറി MP രാജീവൻ, ദേശീയ സെക്രട്ടറി V. രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ്, ട്രഷറർ C. ബാലചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, സെക്രട്ടറി K. രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. RSS വിഭാഗ് കാര്യവാഹക് K. സുധീർ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്, സഹകാർ ഭാരതി ദേശീയ സഹപ്രഭാരി U. കൈലാസമണി, വിഭാഗ് കാര്യദർശി സദസ്യൻ KB രാജേഷ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ R. പാർത്ഥസാരഥി, സെക്രട്ടറി PN ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മികച്ച പച്ചത്തുരുത്ത് പുരസ്കാരം മങ്കര ഗ്രാമപഞ്ചായത്തിന്. മങ്കരയിലെ കല്ലൂരിൽ തയ്യാറാക്കിയ മിയാവാക്കി വനം, ശലഭോദ്യാനം, ഔഷധത്തോട്ടം, പുഴയോരങ്ങളിൽ മുളങ്കാടുകൾ എന്നിവ ഒരുക്കിയതോടെയാണ് സംസ്ഥാന പുരസ്കാരം മങ്കരയെ തേടിയെത്തിയത്. 2012 സംസ്ഥാനത്തെ പ്രഥമ ജൈവ വൈവിധ്യ പുരസ്കാരവും മങ്കര ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയിരുന്നു. കല്ലൂരിൽ തയ്യാറാക്കിയ മിയാവാക്കി വനം, ശലഭോദ്യാനം, ഔഷധത്തോട്ടം, പുഴയോരങ്ങളിൽ മുളങ്കാടുകൾ, വിവിധയിടങ്ങളിലെ വനവൃക്ഷങ്ങൾ നടൽ എന്നിവ ഒരുക്കിയതോടെയാണ് പുരസ്കാരം മങ്കര പഞ്ചായത്തിനെ തേടിയെത്തിയത്. പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, ഇറാം ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, പരിസ്ഥിതി പ്രവർത്തകൻ MV രമേശ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് ഒരുക്കാനായത്. ഈ മാസം 16 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 2012 സംസ്ഥാനത്തെ പ്രഥമ ജൈവ വൈവിധ്യ പുരസ്കാരവും മങ്കരയെ തേടിയെത്തിയിരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പരിസ്ഥിതി പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ കല്ലൂർ രമേശ് പുരസ്കാരം ഏറ്റുവാങ്ങും. സഹകരിച്ച പിന്തുണ നൽകിയ എല്ലാവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നന്ദി അറിയിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് ഈ മേഖലയിൽ 14-ാം വാർഡിലെ പച്ചത്തുരുത്ത് മിയാവാക്കി എന്ന പേരിൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുകയും ഒപ്പം തന്നെ വളരെ നേരത്തെ തന്നെ മങ്കര ഗ്രാമപഞ്ചായത്ത് ഈ ഹരിതവൽക്കരണ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പഞ്ചായത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2012 സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ ജൈവ വൈവിധ്യ അവാർഡിന് ഈ പഞ്ചായത്ത് അർഹമായത് മുതൽ തന്നെ ഇവിടെ ശലഭോദ്യാനങ്ങളായാലും ഔഷധ സസ്യത്തോട്ടങ്ങളായാലും മുളങ്കാടുകളായാലും തുടങ്ങി ഒട്ടനവധി വിവിധങ്ങളായ പദ്ധതികൾ ഈ മേഖലയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും ഒരു പുരസ്കാരം മങ്കരയെ തേടിയെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഭരണസമിതിയുടെ അഭിനന്ദനാർഹമായ ഒരു നേട്ടമായാണ് നമ്മളിത് കാണുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മങ്കര ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കൂടി ലഭിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവാർഡ് മങ്കരയിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
മാങ്കുർശി കല്ലൂർ റോഡ് ഗർത്തങ്ങൾ രൂപപ്പെട്ട് തകർന്നതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിൽ. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് മിക്ക ഭാഗങ്ങളും തകർന്നതോടെ കാൽനട പോലും ദുരിതത്തിലാണ്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെ പ്രയാസപ്പെടുന്നത്. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് മിക്ക ഭാഗങ്ങളും തകർന്നതോടെ കാൽനട യാത്ര പോലും ദുരിതമായി. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെ പ്രയാസപ്പെടുന്നത്. 5 വർഷം മുൻപ് നവീകരിച്ച റോഡാണ് ഇന്ന് സഞ്ചാരയോഗ്യമല്ലാതെയായത്. 5ലേറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പൊതുമരാമത്ത് റോഡാണിത്. റോഡ് പാടെ തകർന്നതോടെ വാഹനയാത്രക്കാർ ഏറെ ദുരിതത്തിലാണ്. റോഡ് നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കല്ലൂർ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏകദേശം 6ഓളം ബസ് 7 പ്രാവശ്യത്തുള്ള റൂട്ട് പോകുന്നതും 2 സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ട്. മാത്രമല്ല ഒരുപാട് യാത്രക്കാരുണ്ട്. ഏകദേശം ഒരു 100-400ഓളം വാഹനങ്ങൾ ഇപ്പോൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏകദേശം 4 വർഷം മുമ്പാണ് ഇത് നേരാക്കിയത്. ഈ അവസ്ഥയിൽ റോഡിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി തരുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഫീൽഡിനോടും മറ്റു ഉദ്യോഗസ്ഥന്മാരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ പരുത്തിപ്ര സ്വദേശിയായ ഡോക്ടർ CM നീലകണ്ഠന് വീണ്ടും അംഗീകാരം. ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾക്കുള്ള സമഗ്ര സംഭാവന നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഭാരത് സേവക് സമാജിന്റെ പുരസ്കാരത്തിനാണ് അദ്ദേഹം അർഹനായത്. ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ഡോക്ടർ CM നീലകണ്ഠൻ പറഞ്ഞു. വിദ്യാഭ്യാസ, സാംസ്കാരിക, മാനുഷിക സേവന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം കണക്കിലെടുത്ത് നൽകുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് പ്ലാനിംഗ് കമ്മീഷൻ കീഴിലുള്ള സർക്കാർ സ്ഥാപനമായ ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരം. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് സ്ഥാപനത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരുന്ന ഒന്നാണ് ഭാരത് സേവക് സമാജ്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനവും ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങളും നടത്തുന്ന 45 പേർക്ക് പുരസ്കാരം ലഭിച്ചതിൽ ഒരാളാണ് ഷൊർണൂർ പരുത്തിപ്ര സ്വദേശി ചേത്തലമന ശരണ്യയിൽ ഡോക്ടർ CM നീലകണ്ഠൻ. തിരുവനന്തപുരത്തെ ഭാരത് സേവക് സമാജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഭാരത് സേവക് സമാജിൻ്റെ ഓൾ ഇന്ത്യ ചെയർമാൻ BS ബാലചന്ദ്രനിൽ നിന്നും ഡോക്ടർ CM നീലകണ്ഠൻ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം തന്നെ തേടിയെത്തിയതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഡോക്ടർ CM നീലകണ്ഠൻ STVയോട് പറഞ്ഞു. ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരമാണ് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഭാരത് സേവാ സമാജ് ഓഫീസിൽ നിന്ന് സ്വീകരിച്ചത്. ഭാരത് സേവാ സമാജ് എന്നുള്ളത് 1952 ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അദ്ദേഹം ചെയർമാനായി ഗുരുസിലാൽ നന്ദ സെക്രട്ടറി ആയിട്ട് രൂപീകരിച്ച ഭാരതത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസ്ഥാനമാണ്. അത് നിരവധി കോഴ്സുകൾ, നിരവധി മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അനവധി കോഴ്സുകൾ ഇന്ത്യയിലൊക്കെ ആകമാനം പല ഓഫീസുകളുമുണ്ട്. തിരുവനന്തപുരത്ത് അതിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്നലെ ആ ഓണർ എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. ഇതിനകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ CM നീലകണ്ഠനെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി തേനൂർ യങ് മെൻസ് അസോസിയേഷൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാവേദിയും യുവജനവേദിയും ചേർന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നതിനിടെ ട്രെയിനിൽ നിന്നും വീഴാൻ പോയ സ്ത്രീയെ രക്ഷിച്ച രാഘവനുണ്ണിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. വായനശാല പ്രസിഡന്റ് OB വിനോദും സെക്രട്ടറി TV രഘുനാഥും ചേർന്ന് രാഘവനുണ്ണിയെ ആദരിച്ചു. പാലക്കാട് ജില്ലാ ജമാഅത്തുൽ ഉലമയുടെ നബിദിന മഹാസമ്മേളനവും 30ാം വാർഷികവും സെപ്റ്റംബർ 15-16 തീയതികളിൽ നടക്കും. പാലക്കാട് നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പണ്ഡിതർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം മലീലുൽ ബുമാരി തങ്ങൾ, PA അബ്ദുൾ റഹ്മാൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മൗലവി അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി, സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പണ്ഡിതർ പങ്കെടുക്കും. നാളിതുവരെ നടത്തിവന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും സജീവമാക്കുകയും ചെയ്യുന്ന നടപടികൾക്ക് രൂപം നൽകും. ഉലമാ സംഗമം, സന്തുഷ്ട കുടുംബം, നബിദിന സമ്മേളനം, അനുസ്മരണം എന്നിവയും 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. കോളേജ് ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണം, ഉലമമാർക്കുള്ള ധനസഹായ വിതരണം, വിധവകൾക്കുള്ള ടൈലർ മെഷീൻ വിതരണം, കോളേജുകൾക്കുള്ള സഹായ വിതരണം എന്നിവയും നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ജില്ലയിലെയും തമിഴ്നാട്ടിലെയും ഉലമമാരും വിദ്യാർത്ഥികളും പങ്കെടുക്കും. അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പാലക്കാട് ജില്ല ജമാഅത്തുൽ ഉലമ എന്ന് പറയുന്നത്, ഉലമാക്കളുടെ ഒരു സംഘടന.
ഇതിൻ്റെ 30ാമത്തെ വാർഷികമാണ് ഈ ഇത് കൊണ്ടാടുന്നത്. അതിന് ഈ ഓരോ വർഷവും ഈ പരിപാടികൾ വർഷം തോറും ഈ നബിദിന മാസത്ത് ഒരു നമ്മുടെ സാധാരണ ഷാദി മഹാൾ പോലെയുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഇതിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ ചാരിറ്റി ടൈപ്പിലുള്ള അതിൽ നിന്ന് ഏജായി ജോലി ചെയ്യാൻ കഴിയാത്തവർക്കുള്ള സഹായങ്ങൾ. പ്രസിഡന്റ് എം മുഹമ്മദ് ഇലിയാസ് ഇംദാദി, ചെയർമാൻ മൗലവി MA അബ്ദുൽ ജബ്ബാർ മിസ്ബാഹി, കൺവീനർ അക്ബർ അലി ഹാജി, ട്രഷറർ മുഹമ്മദ് റാഫി, ജനറൽ സെക്രട്ടറി PS ഉമ്മർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റൊലി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഞായറാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുകയാണ്. ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന 2020 പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഓസ്ട്രേലിയ ജയിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം ശക്തന്മാരാണ് പ്രതീക്ഷിക്കാൻ. നമുക്ക് കുറേയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുമാണ് സംഭവം. എങ്കിലും ആദ്യ ദിവസമാണ് പറയാനുള്ളത്. പാകിസ്ഥാനെ തകർക്കും സാധ്യതയുണ്ട്, പ്രതീക്ഷിക്കാം. ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ യുവനിര വളരെ പ്രബലമാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം ഒന്നൊന്ന് മെച്ചമാണ്. ഇന്ത്യൻ സെലക്ടർമാർക്ക് തന്നെ ആരെയാണ് കളിപ്പിക്കേണ്ടത് എന്ന് അറിയാൻ വയ്യാത്തവണ്ണം എല്ലാവരും ഒന്നൊന്ന് മികച്ച കളിക്കാരാണ്. എന്നുള്ളത് തീർച്ചയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി പോലീസിന്റെ നടപടികൾ പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KSU പ്രവർത്തകരെ കയ്യാമം വെച്ച് തലമൂടി കോടതിയിൽ ഹാജരാക്കിയ നടപടി പ്രാകൃതം. പോലീസ് നടപടി നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് കോടതി തന്നെ വിശദീകരണം ചോദിച്ചതെന്നും സണ്ണി ജോസഫ്. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഷാജഹാൻ കാക്കിയിട്ട ക്രിമിനലെന്ന് റിയാസ് മുക്കോളി. തൃശൂർ CPM ശബ്ദരേഖ വിവാദം. മറുപടിയുമായി AC മൊയ്തീൻ. ശരത്തിന്റെ ശബ്ദ സന്ദേശം അനുചിതം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിന് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും തന്നെ ആക്ഷേപിക്കുന്നവരെല്ലാം പരിശുദ്ധരാണോ എന്നും AC മൊയ്തീൻ. അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് MK കണ്ണൻ. അനിൽ അക്കരയുടെ ആരോപണങ്ങളിൽ സത്യത്തിന്റെ ഒരു കണിക പോലുമില്ല. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 3 ലക്ഷം അടുത്ത വർഷം 5 ലക്ഷം രൂപയായി ഉയർത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ ആഘോഷമായി ഓണപ്പൊലിമ. ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. ഭാരതീയ ദർശനങ്ങളിലെ പ്രധാന കർമ്മമായ പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണം. BMS അമൃതാദേവി പരിസ്ഥിതി പുരസ്കാര സമർപ്പണം പാലക്കാട്ട്. പച്ചത്തുരുത്ത് പുരസ്കാര നേട്ടവുമായി മങ്കര ഗ്രാമപഞ്ചായത്ത്. ടൂറിസം രംഗത്ത് കേരളം ആഗോള ബ്രാൻഡായി മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇക്കോ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ വികസനവും തൊഴിൽ വളർച്ചയുമുണ്ടാകും. നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള ടൂറിസം വികസനം സർക്കാർ ലക്ഷ്യമെന്നും മുഹമ്മദ് റിയാസ്. വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി NK ശശീന്ദ്രൻ. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകണം. കേന്ദ്രവുമായി ഏറ്റുമുട്ടലിന് ഇല്ലെന്നും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച് കരട് ബിൽ നിയമസഭ പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്നും മന്ത്രി. സംഘപരിവാറിന്റെ ദളിത് പീഡന സിദ്ധാന്തം കേരളത്തിൽ നടക്കില്ലെന്ന് PKS സംസ്ഥാന സെക്രട്ടറി S അജയകുമാർ. പ്രതിരോധിക്കാൻ കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. പാലക്കാട്ട് പട്ടികജാതി ക്ഷേമസമിതി സംഘടനാ കൺവെൻഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.